നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എനിക്കിവിടെ വരാൻ പാടില്ലെന്ന് വല്ല നിയമം ഇവിടെ ഉണ്ടോ? അതെ, എന്റെ ഭർത്താവിന്റെ മുറിയ. അതിന് നീ ആ മുറിക്കകത്ത് കയറാനല്ലേ നോക്കിയത്? അതെ, ഞാൻ ആ മുറിക്കകത്ത് കയറാൻ തന്നെയാ നോക്കിയത്. അതിനിപ്പോ എന്താ? എന്റെ ഭർത്താവിന്റെ മുറിയിൽ നീ കയറാൻ പാടില്ല. കയറിയ നീ എന്തേടി? കയറാൻ പാടില്ലെന്നാ ഞാൻ നിന്നോട് പറഞ്ഞത്. ഞാൻ കേറും. കേറിയാ നീ എന്ത് ചെയ്യുമെന്ന് എനിക്കൊന്ന് അറിയണല്ലോ. നിന്നോട് കയറരുതെന്നാ ഞാൻ പറഞ്ഞത്. കേറിയ നീ എന്നെ എന്ത് ചെയ്യടി? തല്ലൂ? തല്ലൂന്ന്? തല്ലടി, തല്ല്, തല്ലാൻ. എന്താടി? നീ എന്നെ നോക്കി പേടിപ്പിക്കാണോ? നിനക്കെന്നെ തല്ലണ്ടേ? തല്ലണ്ടേന്ന്. എടി, ആ ഞൊരണം നിന്റെ കരണത്ത് ഞാൻ തന്നാലേ പിന്നെ നീ 3 ദിവസം കഴിഞ്ഞേ കണ്ണു തുറക്കും. അത് ഓർമ്മ വേണം നിനക്ക്. നീ എന്താടി എന്നെ പേടിപ്പിക്കുന്നു? നീ പേടിക്കണം. അമ്മാതിരി പ്രവൃത്തികളല്ലേ നീ ഈ വീട്ടിനുള്ളിൽ ചെയ്തു കൂട്ടുന്നത്. ഞാൻ എന്ത് ചെയ്തു? പ്രസാദത്തിൽ ഉറക്കഗുളിക കലർത്തിയത് നീയല്ലടി. നീ അല്ലേന്ന്. ദേ, നിന്റെ മുഖത്തെ ഈ വിറയലില് തന്നെ ഉണ്ട് ഞാൻ ചോദിച്ചതിനുള്ള ഉത്തരം. നീ രഹസ്യമായിട്ട് ചെയ്ത കാര്യം ഞാൻ എങ്ങനെ അറിഞ്ഞെന്നായിരിക്കും നീ ഇപ്പൊ ചിന്തിക്കുന്നുണ്ടാവുക. എടി ജാസ്മിനെ, നീ ഇവിടെ എന്തൊക്കെ ലീലാവിലാസങ്ങൾ കാണിച്ചാലും ഞാനതറിയും. നീ പ്രസാദത്തിൽ ഉറക്കഗുളിക ചേർത്തത് ഞാൻ അറിഞ്ഞത് എങ്ങനെയാണെന്നല്ലേ പറയാ? നീ ഉറക്കഗുളിക ചേർത്ത് വച്ചിരുന്ന പ്രസാദം ഗായത്രി അമ്മയ്ക്ക് കൊടുക്കാനായി ഞാൻ കൊണ്ടുപോയി. ഞാനത് ഗായത്രി അമ്മയുടെ ചിത്രത്തിന് മുന്നിൽ വയ്ക്കുന്ന സമയത്ത് അബദ്ധത്തിൽ പ്രസാദം ആ ചെടിയിൽ വീണത് നന്നായി. പ്രസാദം വീണ ഉടൻ ചെടിയിലുണ്ടായിരുന്ന പൂവിന്റെ നിറം മങ്ങി. അത് വാടിപ്പോയി. അതൊരടയാളമായിരുന്നു. അപ്പോഴേ എനിക്ക് സംശയം തോന്നി. ഉടൻ തന്നെ ആ പ്രസാദം ഞാൻ മാറ്റി. അടുക്കളയിൽ ചെന്ന് നീ ഉറക്കഗുളിക കലർത്താത്ത പ്രസാദം ഞാൻ എടുത്തു. ജാസ്മിൻ, നീ ഒന്ന് ഓർത്തോ, എനിക്ക് ഉദയന്നൂർ ദേവി മുതൽ ഗായത്രി അമ്മ വരെ തുണയായിട്ടുണ്ട്. നീ എന്ത് ചെയ്താലും അവരതിൻ്റെ കണ്ണിൽ കാണിക്കും. ആ ഭയം നിനക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. വിശാൽ സാറിനെതിരെ നീ ഒരു വിരൽ അനക്കിയോ, അത് നിന്റെ അവസാനമായിരിക്കും. ചേച്ചി, അവള് പറയുന്നതിൽ എന്തോ കാര്യമുണ്ടെന്നാ തോന്നുന്നേ. ഗായത്രി ദേവിയെ വീഡിയോയിൽ കണ്ടുവെന്ന് ജാസ്മിൻ ചുമ്മാ പറയുകയാണെന്ന് എനിക്ക് തോന്നുന്നില്ല.
ഗായത്രി വീഡിയോയിൽ ഉള്ളതുകൊണ്ട് തന്നെ ആവും അവൾ ധൈര്യപൂർവ്വം അത് നമ്മളെ കാണിക്കാൻ തയ്യാറായത്. അങ്ങനെ ഗായത്രി ദേവി ഇവിടെ വരുന്നുണ്ടെങ്കിൽ നമ്മൾ സൂക്ഷിക്കണമല്ലോ ചേച്ചി. അമ്മ എന്നാ എന്നെ കാണാൻ വരുന്നത്? പാർവതിക്ക് ദർശനം കൊടുക്കുന്നത് പോലെ അമ്മ എന്നാ എനിക്ക് ദർശനം തരുന്നത്? ഒന്ന് വേഗം വാ അമ്മേ, എനിക്ക് അമ്മയെ കാണണം. ഒരുപാട് നേരം സംസാരിക്കണം. എനിക്ക് ഓർമ്മ വയ്ക്കുന്നതിന് മുമ്പുള്ള പലതും എനിക്കറിയില്ലല്ലോ. അതല്ല, എനിക്ക് അമ്മയിൽ നിന്നറിയണം. താരാട്ട് പാടി ഉറക്കിയതും താലോലിച്ചതും നിലത്തിഴഞ്ഞതും പിച്ച വച്ചതുമെല്ലാം. അല്ല വിശാൽ സർ, എന്താ അമ്മയുടെ ഒരു കുശലം പറിച്ചില്ല? ഓ, ചുമ്മാ ഓരോന്ന്. എന്താ എന്നോടത് പറയാൻ മടിയാണോ? എന്തിന്? എൻ്റെ നല്ല പാതിയോട് ഞാൻ എന്ത് മറച്ചു വയ്ക്കാനാ? ഞാൻ വെറുതെ പറഞ്ഞതാ സർ. അമ്മയോട് പറഞ്ഞത് അമ്മ മാത്രം അറിഞ്ഞാൽ മതി. അതാ അതിൻ്റെ ഒരു ശരി. ഒന്നുമില്ലടോ, ഞാൻ അമ്മയോടൊന്ന് പരിഭവിച്ചത്. പരിഭവം? എന്തിനാ പരിഭവിച്ചേ? അമ്മ പാർവതിയെ കാണാൻ മാത്രമല്ലേ വരുന്നുള്ളൂ, എന്നെ കാണാൻ വരുന്നില്ലല്ലോ. അതിനാണോ പരിഭവിച്ചേ? വിശാൽ സാറിനെ കാണാൻ ദേവമ്മ തീർച്ചയായിട്ടും വരും. അതിന് എന്നാണ്? ഇപ്പോ അതിനുള്ള സമയമായിട്ടില്ലെന്നാ ഓരോ പ്രാവശ്യവും എന്നെ കാണാനായിട്ട് വരുമ്പോ അമ്മ പറയുന്നത്. എനിക്ക് ഇനിയും ഇങ്ങനെ കാത്തിരിക്കാൻ വയ്യ. എനിക്ക് ഉടനെ എൻ്റെ അമ്മയെ കാണണം. ഇനി അമ്മ പാർവതിയെ കാണാൻ വരുമ്പോ, പാർവതി, എൻ്റെ ഈ വിഷമം അമ്മയോട് പറയണം കേട്ടോ. ഞാനത് എപ്പോഴും പറയാറുണ്ട് വിശാൽ സർ. ശരി, അമ്മയുടെ നിശ്ചയം അതാണെങ്കിൽ പിന്നെ എന്തു ചെയ്യും? അതെ, അമ്മ നേരിട്ട് വന്നില്ലെങ്കിലും ഇന്നലെ എൻ്റെ സ്വപ്നത്തിൽ വന്നിരുന്നു പാർവതി. അതെ, ഇന്നലെ പാർവതി എന്ന പ്രസാദത്തിന്റെ അത്ഭുതമാണെന്ന് തോന്നുന്നു. ഞാൻ ഇന്നലെ ശാന്തമായി ഉറങ്ങി. അങ്ങനെ എല്ലാം മറന്നുറങ്ങുമ്പോഴാ അമ്മ സ്വപ്നത്തിൽ വന്നത്. സ്വപ്നത്തിൽ എന്താ കണ്ടതെന്നറിയോ? അമ്മ എന്നെ താരാട്ട് പാടി ഉറക്കുന്നു. ഞാൻ അമ്മയുടെ മടിത്തട്ടിൽ കിടന്ന് ആ താരാട്ട് കേട്ട് സുഖമായി ഉറങ്ങുന്നു. വിശാൽ സർ, സാറ് സ്വപ്നത്തിലാണിത് കണ്ടതെങ്കിലും ഇന്നലെ രാത്രി അമ്മ ഇവിടെ വന്നിരുന്നു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.